പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ റോമൻ റീൻസ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ സോളോ സിക്കോവ, ടോങ്ക ലോവ തുടങ്ങിയവരെ റോമൻ റീൻസ് വന്ന് ബ്രൂട്ടലായി ആക്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സോളോ സിക്കോവ പെട്ടെന്ന് തന്നെ ആ ഒരു എൻട്രൻസ് റാമ്പിലേക്ക് ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ സോളോയെ കൂടുതൽ ആക്രമിക്കാൻ റോമനെ സാധിച്ചില്ല. എന്നാൽ ടോങ്കക്കും ടോങ്ക ലോവക്കും റോമൻ്റെ കയ്യിൽ നിന്ന് കണക്കിനെ കിട്ടി. അപ്പോൾ റോമൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് വളരെ കൃത്യമായി അവർ കാണിച്ചു തന്നിട്ടുണ്ട്. റോമൻ്റെ ലക്ഷ്യം ആ ട്രൈബൽ ചീഫ് പൊസിഷൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഉലാഫാല എന്ന് പറയുന്ന ആ കഴുത്തിൽ ധരിക്കുന്ന അവരുടെ ആ ട്രൈബൽ ചീഫ് പൊസിഷൻ ലഭിക്കുന്ന ഒരു വസ്തു അത് തിരികെ എടുക്കുക എന്നുള്ളതാണ് റോമൻ റീൻസിൻ്റെ ലക്ഷ്യം. ആ ഒരു വസ്തുവിലേക്ക് റോമൻ റീൻസ് കുറച്ച് സെക്കൻഡുകൾ നോക്കി നിൽക്കുന്നതായി നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന സമയത്താണ് ടോങ്കയും ടോങ്ക ലോവയെയും പിന്നെ വന്ന് റോമൻ റീൻസിനെ ആക്രമിക്കുന്നത്. ആ ഒരു സമയത്ത് സോളോ സിക്കോവ അതെടുത്തുകൊണ്ട് എൻട്രൻസ് റാമ്പിലേക്ക് രക്ഷപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതല്ലേ നിനക്ക് വേണ്ടത്, ഇത് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, നിനക്കിത് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ വരണം എന്നുള്ളത് സോളോ പറയുന്നുണ്ട്. അപ്പോൾ സോളോ ഇത് കൊടുക്കില്ല, അല്ലെങ്കിൽ റോമൻ റീൻസിന് ഇത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതും സോളോ ഇത് എങ്ങനെയും സോളോയുടെ ഭാഗത്ത് നിന്ന് സംരക്ഷിച്ച് നിർത്തുമെന്നുള്ളതും സോളോ പറയുന്നുണ്ട്. എന്നാൽ റോമൻ റീൻസ് ആണെങ്കിൽ അത് തിരിച്ചെടുക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്തിട്ട് വന്നതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ട്രൈബൽ ചീഫ് പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് നിലവിൽ നമുക്കിപ്പോൾ സ്മാക്ഡൗണിൽ കാണാൻ സാധിക്കുന്നത്. റോമൻ റീൻസും ബ്ലഡ് ലൈൻ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ കൂടെ നിലവിൽ ആരും ഇല്ലാത്ത പോലെയാണ് സ്മാക്ഡൗണിൽ അവർ കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഈ സ്റ്റോറി ഇങ്ങനെ മാസങ്ങളോളം പോകും തോറും റോമൻ റീൻസിൻ്റെ കൂടെ പഴയ ബ്ലഡ് ലൈനിലെ മെമ്പേഴ്സ് ഓരോരുത്തരായി ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ ആദ്യ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഉലാഫാല സ്വന്തമാക്കുക, ട്രൈബൽ ചീഫ് പൊസിഷനിൽ നിന്ന് സോളോയെ മാറ്റി ട്രൈബൽ ചീഫും ബ്ലഡ് ലൈൻ്റെ നേതൃത്വവും തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഒരു പ്രൊമോ സെഗ്മെൻറ്റ് നമുക്ക് മിക്കവാറും അടുത്ത സ്മാക്ഡൗണിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സ്മാക്ഡൗണിലേക്ക് റോമൻ റീൻസിനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.